Welcome all of you. Assessment of association of person or body of individual. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോബ്ലം സോൾവിംഗ് ആണ്. നമ്മൾ കുറച്ച് പ്രോബ്ലം മുന്നേ സോൾവ് ചെയ്ത് കഴിഞ്ഞു. വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൻ്റെയും ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെയൊക്കെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഒരേപോലെയാണ്. ഓക്കെ, സോ നമുക്ക് ഒരു പുതിയ പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. From the following, compute tax liability of AOP and its members A, B, C. ഈ എയും ബിയും സിയും ഈക്വൽ പാർട്ട്നേഴ്സാണ്. അപ്പോൾ കിട്ടിയ ലാഭം എന്താണ്? ഈക്വലായിട്ടാണ് പങ്കുവയ്ക്കുന്നത്. ഇൻകം ഓഫ് AOP 9 lakh, 9 ലക്ഷമാണ് AOPൻ്റെ വരുമാനം. പേഴ്സണൽ ഇൻകം ഓഫ് മെമ്പേഴ്സ്, ഈ മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ ഇൻകം A 220, B 230 and C 2,40,000. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ AOPയുടെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ടോട്ടൽ ഇൻകം തന്നിട്ടുള്ള ഇൻകം എത്രയാണ്? അവരുടെ മാക്സിമം സ്ലാബ് റേറ്റിൻ്റെ താഴെയാണ് വരുന്നത്. ഒരാളുടേത് പോലും 2.5 ലക്ഷത്തിന് മേലെ വരുന്നില്ല. സോ അങ്ങനത്തെ കേസിൽ AOP അവരുടെ ഇൻകത്തിൻ്റെ പുറത്ത് നോർമൽ റേറ്റിൽ, അതായത് ഇൻഡിവിജ്വൽ റേറ്റിൽ ടാക്സ് അടച്ചാൽ മതി. അതല്ലാത്ത സാഹചര്യമാണെങ്കിൽ, ഇതിലേതെങ്കിലും ഒരാളുടെ ഇൻകം മാക്സിമം എക്സെപ്ഷൻ ലിമിറ്റിൻ്റെ മേലെ വരികയാണെങ്കിൽ AOP MMRൽ ടാക്സ് അടയ്ക്കണം. അതാണ് റൂള്. കഴിഞ്ഞ കണക്ക് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഏതാണ്? AOP ഇൻഡിവിജ്വലിൻ്റെ രീതിയിൽ ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, ഇനി അപ്പോൾ അത് തീരുമാനമായി. മറ്റൊരു കാര്യം, AOP ഈ ഒരു ഇൻകത്തിന്, അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിന് സാധാ ഇൻഡിവിജ്വലിൻ്റെ രീതിയിൽ ടാക്സ് അടച്ചാൽ പിന്നെ AOPയിലെ മെമ്പേഴ്സായിട്ടുള്ള ഈ ടീം, ഇവരുടെ ടോട്ടൽ ഇൻകം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ഈ ഷെയർ ആഡ് ചെയ്യണം. ഇവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഓരോരുത്തർക്കും 3 ലക്ഷം വീതം ഉണ്ടാവും. അപ്പോൾ Aയുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾക്ക് 2,20,000 പോരാ, 2,20,000 അതിൻ്റെ ഒപ്പം എന്താണ് പ്ലസ് 3 ലക്ഷം, അങ്ങനെ 5,20,000 ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ, അപ്പോൾ അതുകൂടി മനസ്സിൽ ഓർമ്മ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇനി ഇവരുടെ ടാക്സ് ലയബിലിറ്റി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, AOPയുടെ അല്ല, AOPൻ്റെ മെമ്പേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ആ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിബേറ്റിനുള്ള ഒരു അർഹത ഉണ്ടാവും. റിബേറ്റ് അണ്ടർ സെക്ഷൻ 86. ഓക്കെ, അപ്പോൾ AOP ഇൻഡിവിജ്വൽ രീതിയിൽ ടാക്സ് അടയ്ക്കുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. AOP ഇൻഡിവിജ്വൽ ടാക്സ് ലയബിലിറ്റി രീതിയിൽ പോവുകയാണെങ്കിൽ AOPൻ്റെ മെമ്പേഴ്സിൻ്റെ ടോട്ടൽ ഇൻകം കാണുമ്പോൾ അവിടെ ഈ ഒരു ഷെയർ ആഡ് ചെയ്യണം. മറ്റൊന്ന്, ഇവരുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിബേറ്റിനുള്ള അർഹതയുണ്ട്. 86ൽ റിബേറ്റിനുള്ള അർഹതയുണ്ട്. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം? AOPൻ്റെ ടാക്സ് ലയബിലിറ്റി കാണണം. AOPൻ്റെ ഇൻകം തന്നിരിക്കുന്നത് 9 ലക്ഷം. അപ്പോൾ നമ്മൾ പറഞ്ഞു MMRലല്ല, പകരം എന്ത് ചെയ്യണം? ഇൻഡിവിജ്വലിൻ്റെ രീതിയിലാണ്. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. നോ മെമ്പേഴ്സ് ഈസ് ലയബിൾ ടു പേ ടാക്സ്. Hence, AOP is liable to pay tax at the rates applicable to individual. ഇൻഡിവിജ്വലിന് ഏത് രീതിയിലാണോ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യുക. ഓൺ ഫസ്റ്റ് 2,50,000 നില്ല്, ഓൺ നെക്സ്റ്റ് 2,50,000 5% എന്ന് പറഞ്ഞാൽ 12,500. അപ്പോൾ 2.5 ഇതിന്ന് 5 പോയി, ബാക്കി 4 ലക്ഷമാണ്. ആ 4 ലക്ഷത്തി 20% 80,000. അപ്പോൾ 80ഉം 12,500ഉം 92,500. ഓക്കെ, ഇവിടെയും സർചാർജ് എന്ന സാധനമൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ സർചാർജിന് ഇവിടെ
വകുപ്പില്ല അല്ലേ. ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിൻ്റെ 1 കോടിൻ്റെ ഇടയിലാണെങ്കിൽ 10%, 1 കോടിൻ്റെ മേലെയാണെങ്കിൽ 15%. സർചാർജ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ആകെ 50 ലക്ഷമാണുള്ളത്. ഓക്കെ. ദെൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 92,500ൻ്റെ 4%, 3,700. അപ്പോൾ 96,200. ഇതാണ് ടാക്സ് പേയബിൾ ബൈ AOP. AOP എന്ന സ്ഥാപനത്തിൻ്റെ ടാക്സാണത്. ഇനി നമുക്ക് മെമ്പേഴ്സിൻ്റെ വേറെ കാണണം. മെമ്പേഴ്സിൻ്റെ ടോട്ടൽ ഇൻകം എത്രയെന്ന് കാണാം. അതിനുശേഷം അവരുടെ ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ശ്രദ്ധിക്കുക, മെമ്പേഴ്സിൻ്റെ ടോട്ടൽ ഇൻകം രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഇത് ഉള്ളത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് പേയബിൾ ബൈ മെമ്പേഴ്സിനാണ്. അപ്പോൾ ഇതിലാദ്യം നമ്മൾ ടോട്ടൽ ഇൻകം കാണും. ഇവരുടെ പേഴ്സണൽ ഇൻകം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 220A 2,30,000 ഫോർ B ആൻഡ് 2,40,000 ഫോർ C. ഇനി ഞാൻ പറഞ്ഞു ആദ്യം തന്നെ AOP ഇൻഡിവിജ്വൽ രീതിയിൽ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ ഈ 9 ലക്ഷത്തിൻ്റെ ഷെയർ ഫ്രം AOP ഇത് ആഡ് ചെയ്യണം. 3. അപ്പോൾ ഇവരുടെ ടോട്ടൽ ഇൻകം മാറി 5,20 5,30 5,40. ദാറ്റ്സ് ഓൾ. സിമ്പിളാണ്. ഈ കാര്യം മാത്രം, ആ പോയിന്റ് മാത്രം മനസ്സിലായത്. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ഇൻകത്തിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെമ്പേഴ്സിൻ്റെ ടാക്സ് ലയബിലിറ്റി കാണേണ്ടത്. ഓക്കെ. ദെൻ ടാക്സ് ലയബിലിറ്റി ഓഫ് AOP മെമ്പേഴ്സ്. സാധാ രീതിയിൽ എൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5,20,000. അപ്പോൾ നമ്മൾ നോക്കാം. ഇതാണ് എൻ്റെ കോളം. ഇത് നിങ്ങളിപ്പോൾ നോക്കണ്ട. അപ്പോൾ ഓൺ ഫസ്റ്റ് 2,50,000 നില്ല്, ഓൺ നെക്സ്റ്റ് 2,50,000 5%. അപ്പോൾ 12,500. പിന്നെ അപ്പോൾ 5 പോയി. ഇനി ബാക്കി എത്രയാണ്? 20 ഉള്ളൂ. അതിന് 20% 4,000. മൊത്തം 16,500. സർചാർജ് ഇവിടെ വരുന്നില്ല. ദെൻ 16,500ൻ്റെ 4%. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 660, 17,160. ശ്രദ്ധിക്കുക, ഈ 17,160 നിന്നും നിങ്ങൾക്ക് എന്ത് കുറയ്ക്കാം? റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 അറ്റ് ആൻ ആവറേജ് റേറ്റ്. ഇതിങ്ങനെ തന്നെ എഴുതിയിട്ട് അപ്പോൾ അത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 എന്നാണ്. ഇതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ ടോട്ടൽ ടാക്സ് എത്രയാണ്? ഇതാണ് ഇവിടെ ഉണ്ട് ടോട്ടൽ ടാക്സ്. ഇതാണ് 17,160 ഇയാൾ ഇപ്പോൾ കൊടുക്കേണ്ട ടാക്സ്. അത് എത്ര ഇൻകത്തിൻ്റെ പുറത്താണ് വന്നത്? 5,20,000. അപ്പോൾ 17,160 ഡിവൈഡ് ബൈ 5,20,000 ഇൻറ്റു 100. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 3.3%. ഇനി ആ 3.3% ആണ് നമ്മൾ റിബേറ്റ് നമുക്ക് കിട്ടുക. അത് ഏതിൻ്റെ പുറത്താണ് കിട്ടുക? ഷെയർ ഫ്രം AOPൻ്റെ പുറത്താണ് കിട്ടുക. 3 ലക്ഷമാണല്ലോ ഇവർക്ക് അഡീഷണലായിട്ട് ഷെയർ ആഡ് ചെയ്തത്. അതിൻ്റെ 3.3% എന്ന് പറഞ്ഞാൽ 9,900 വരെ ഇവർക്ക് എന്തുണ്ട്? റിബേറ്റിനുള്ള അർഹത ഉണ്ട്. അപ്പോൾ അത് കുറച്ചിട്ട് ബാക്കി എത്രയേ വരുള്ളൂ? 72,60. അപ്പോൾ 17,160 അടയ്ക്കേണ്ടടുത്ത് എത്ര അടച്ചാൽ മതി? 72,60 7,260 അടച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? അതാണ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 86. അപ്പോൾ ഈ റിബേറ്റ് നമുക്ക് എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? AOP ഇൻഡിവിജ്വലിൻ്റെ രീതിയിൽ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? റിബേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കുക. സോ അതുപോലെ തന്നെ ബിൻ്റെയും സിൻ്റെയാണിത് സെയിം. ബിക്ക് 5.30 കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2.5 നില്ല്, പിന്നത്തെ 2.5 5%. അപ്പോൾ 12,500. ബാക്കി 20 അല്ല, ഇവിടെ 30 ഉണ്ടാവുക. 30ൻ്റെ 20% 6,000 കൂട്ടി 18,500. ദെൻ ആ 18,500ൻ്റെ 4% 740 കൂട്ടുമ്പോൾ 19,240. അതിന്ന് ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? റിബേറ്റ് കാണാം. 10,890 അല്ലേ? 10,890 കിട്ടുക. ഓക്കെ, അതിൻ്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണിക്കാം. ഇതാ ഈ ബീൻ്റെ കേട്ടോ, റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 അറ്റ് ആൻ ആവറേജ് റേറ്റ്. ടോട്ടൽ ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. അവരുടെ ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് 19,240 നമ്മൾ പറഞ്ഞു.
കണ്ടില്ലേ 19,240. അത് എത്ര ഇംഗത്തിൻ്റെ പുറത്താണ്? 5,30,000. ഓക്കെ, സോ അതാണ് 19,240 ഡിവൈഡ് ബൈ 530 ഇൻറ്റു 100, 3.63%. അപ്പോൾ അവരുടെ ഷെയർ 3 ലക്ഷമാണ്. അതിൻ്റെ 3.63% പറഞ്ഞാൽ 10,890. ഇങ്ങനെയാണ് 10,890 കിട്ടി. ഓക്കെ, ഇനി മറ്റൊരു എളുപ്പ വഴിയുണ്ട്, അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ മുകളിൽ പറഞ്ഞിട്ടില്ലേ, ഇത് ഈ രീതിയിൽ നമുക്ക് കൺവേർട്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കാം. ടോട്ടൽ ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഷെയർ ഫ്രം AOP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം 19,240 ഡിവൈഡ് ബൈ 5,30,000 ഇൻറ്റു ഷെയർ ഫ്രം AOP ഇതാണ്. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്താൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും? 10,890 കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഇത്ര പെർസെൻറ്റേജാണെന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡയറക്റ്റായിട്ട് കണക്കിലേക്ക് നമുക്ക് വേണ്ട ഫിഗർ കിട്ടും. അപ്പോൾ ഏതാ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ 10,890 അങ്ങനെയാണ് വന്നത്. ഓക്കെ, ദെൻ അത് റിബേറ്റ് കിട്ടി, കുറച്ചു 8,350. അതാണ് ടാക്സ് പേയബിൾ. ദെൻ അതുപോലെ തന്നെ സീൻ്റെ 540 ഫസ്റ്റ് നില്ല്, പിന്നത്തെ 5% 12,500. ദെൻ പിന്നെ 40,000-ന് 20% 8,000, അപ്പോൾ 20,500. ദെൻ 20,500-ൻ്റെ 4%, 820 കൂട്ടിയപ്പോൾ 21,320. ദെൻ റിബേറ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ റിബേറ്റ് ഇവിടെ കണ്ടിട്ടോ, 21,320 ഡിവൈഡ് ബൈ 5,40,000 ഇൻറ്റു ഇവരെ ഷെയർ ഫ്രം AOP ആയിട്ടുള്ള 3 ലക്ഷം. അപ്പോൾ നമുക്ക് 11,844 കിട്ടും. കുറച്ചാൽ 94,75, 9,475. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ ഓൾറെഡി റൗണ്ട് ചെയ്ത് കിടക്കുകയാണ്, എയും ബി ഒക്കെ അല്ലേ. എയും ബി ഒക്കെ എന്താണ് കറക്റ്റ് റൗണ്ടിലാണ്. ദെൻ റൗണ്ട് ഇല്ലാത്തത് ഏത് മാത്രമാണ്? നമ്മുടെ സീൻ്റെ 94,75. അപ്പോൾ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ 94,80 നമുക്ക് റൗണ്ട് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതൊക്കെയാണ്, ഈ രീതിയിലൊക്കെയാണ് AOPയുടെ കണക്ക് വരാൻ സാധ്യത ഉള്ളത്. AOPയും BOI ഒക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിലേത് ചോദിച്ചാലും ഒരുപോലെ തന്നെ നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ AOPയുടെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.